ഇപ്പൊ കാറിലും ബൈക്കിലും ബസ്സിലും ഒക്കെ പാമ്പ് കയറി ഇരുന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് കാറിന്റെ ബോണറ്റിന്റെ ഉള്ളിൽ പൂച്ച കുടുങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഇജാസ് കാറും കൊണ്ട് വീട്ടിലോട്ട് വന്നിട്ട് ഡോറ് തുറന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു കമ്പെടുത്തോണ്ട് പുറത്തോട്ട് വാന്നും പറഞ്ഞാണ് ഇവൻ ഇറങ്ങുന്നത് തന്നെ. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് കാറിന്റെ ബോണറ്റിന്റെ ഉള്ളിൽ 2 days ആയിട്ട് ഒരു പൂച്ച കുടുങ്ങിയിരിക്കുകയാണ്. ഭയങ്കരമായിട്ടും പൂച്ചയുടെ കരച്ചിൽ പുറത്തേക്ക് നമുക്ക് കേൾക്കാം. പക്ഷെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ടോർച്ച് അടിച്ച് ഉള്ളിലോട്ട് നോക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇത് എവിടെയാണ് ഇരിക്കുന്നത്. കരച്ചിൽ മാത്രം പുറത്തേക്ക് കേൾക്കാം. ടോർച്ച് അടിച്ചിട്ട് കാര്യമില്ല, ഇനി കമ്പിട്ട് കുത്താന്ന് പറഞ്ഞത് ഉമ്മച്ചി ഒരു പേരക്കമ്പം കൊണ്ടുവരുന്നുണ്ട്. ഇനി അപ്പൊ അടുത്തത് പേരക്കമ്പിട്ട് കുത്തലാണ്. കാര്യത്തിനൊക്കെ എക്സ്പേർട്ട് നമ്മുടെ റസലിക്ക തന്നെയാണ്. അപ്പൊ ഓനാണെ താഴെ കിടന്നിട്ട് കമ്പിട്ട് മുകളിലേക്ക് കുത്തി നോക്കാൻ, അങ്ങനെയെങ്കിലും പൂച്ച ചാടുന്നെങ്കിൽ ചാടട്ടെന്ന് വെച്ചിട്ട് ചോറ് വെച്ച് കൊടുക്കലാണ് നമ്മുടെ 3ാമത്തെ പരീക്ഷണം. അങ്ങനെ ഉമ്മച്ചിതേ ചോറും കൊണ്ടുവന്ന് നമ്മൾ കാറിന്റെ അടിയിൽ ഒരു പ്ലേറ്റിൽ ഇത്തിരി ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഫ്ലോപ്പ് ആയപ്പോൾ കോലക്ക വെച്ച് 4 സൈഡിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ച് 4 സൈഡിൽ നിന്ന് കാറിലിട്ട് തട്ടുകയാണ് ചെയ്യുന്നത്. ആണ് നമ്മുടെ റസലിന്റെ കഴിവ് തെളിയിക്കുന്നത്. ഓൻ പഠിക്കാൻ പോകുന്നത് മെക്കാനിക്കൽ കോഴ്സാണ്. അപ്പൊ ദേ ഓനാണെന്നുണ്ടെങ്കിൽ കാറിന്റെ ജാക്കി എടുത്ത് വീല് വെക്കാൻ വേണ്ടി നോക്കുവാണ്. ഇജാസിന് കാർ ഓടിക്കാനേ അറിയത്തുള്ളൂ, ഇങ്ങനെ തറ്റക്കുറ്റപ്പണികളൊന്നും ഓൻ അറിയത്തില്ല. അവിടെ സൈഡിലൊന്നും പോയി കണ്ടിരിക്കല്ലേ. ഞങ്ങള് മെക്കാനിക്ക് പഠിപ്പിക്കുന്നു. വാട പൊന്നെ, വാ 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 ഇരിക്കുന്നു, വാ വാട. സിംഗ് ഞങ്ങളെ പോലെ ഇങ്ങനെ കളിപ്പിച്ചിട്ടില്ല. അടിച്ചാലും കുഴപ്പമില്ല, പിടിച്ചോ. റസലിനെ എക്സ്പേർട്ട് സിമി കൊച്ചു പിള്ളേരെ പോലും ഇങ്ങനെ കളിപ്പിച്ചിട്ടില്ല. പൂച്ചയെ കളിപ്പിക്കും. അതല്ല ഗ്യാപ്പുണ്ട്. പിടിച്ചോണ്ട് നിക്കണേ, പിടിച്ചോണ്ട് എടാ അവനെ വേദനിപ്പിക്കാതിരിക്കടാ. അപ്പൊ പൂച്ച കയറിയ സ്ഥിതിക്ക് കാർ ഇനി ഇവിടെ പാർക്ക് ചെയ്യണ്ട.